ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്നൊരു മടി പിടിച്ച ദിവസാട്ടോ. പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാനില്ല. ഇന്നൊരു സൺഡേ ആണ്, അവധി ദിവസമാണ്. ഒരു ലേസി സൺഡേ ആണെന്ന് തന്നെ പറയാം. അപ്പൊ രാവിലെ ഞാൻ കിച്ചണിൽ വന്നിട്ട് ചോറ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 2.5 ഗ്ലാസ് അരിയായിരുന്നേ. ഇവിടെ ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ. പിന്നെ ഇത് നാളെ നമുക്ക് ഓഫീസിൽ പോകാനായിട്ട് ചോറ് കൊണ്ടുപോകണം. അതിനും കൂടെ ചേർത്താണ് ചോറ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ചോറ് തിളപ്പിച്ചിട്ട് അത് റൈസ് കുക്കറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറെ 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കും. എന്നിട്ട് നമ്മളത് വാർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ അരി ഇടട്ടെ. അപ്പൊ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് വിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലാണേ. അപ്പോൾ ഞങ്ങള് ടെറസിലാണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ കേട്ടോ. അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ താഴെ വന്നപ്പോഴത്തേക്കിനും അരിയൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ തിളയ്ക്കുന്ന അരി എടുത്തിട്ട് ജസ്റ്റ് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇതാ ഈ മസൂർ ദാൽ കൊണ്ടുള്ള കറി ഉണ്ടാക്കാൻ പോവാണ്. എനിക്കിത് ഉണ്ടാക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തൊന്നുമില്ല. ഞാൻ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് മസൂർ ദാൽ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് കഴുകിയിട്ട് മസൂർ ദാൽ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഒരു ഒറ്റ വിസിൽ അടിച്ചെടുത്തു. പിന്നെ ഞാൻ കറിക്ക് ആവശ്യമുള്ള സവോളയും പിന്നെ വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പിന്നെ പച്ചമുളക് ഇതൊക്കെ ഞാൻ എടുത്തു. പിന്നെ നമ്മൾ സാധാരണ കറി വയ്ക്കില്ലേ അതുപോലെ ജസ്റ്റ് എണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പിന്നെ സവോള ഇത് വഴറ്റുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്, സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനാണ്. പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കിനും ആ പരിപ്പ് വേവിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കറി വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് സത്യം പറഞ്ഞാൽ. ഇത് കറക്റ്റായിട്ട് വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തന്നെയാണ് ഈ കറി വെക്കേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വെറുതെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയത്. കാരണം ഇത് കടയിൽ ഈ മസൂർ ദാൽ ഇരിക്കുന്ന കണ്ടപ്പോഴേ ഞാനൊരു പെട്ടെന്നൊരു ആവേശം കയറി വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ താളിപ്പ് ഉണ്ടാക്കുകയാണ്. കടുകിടുന്നില്ല, എണ്ണ ഒഴിക്കുന്നു, സവോള പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും പിന്നെ നമ്മൾ വറ്റൽമുളകും ഇട്ടാണ് താളിപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം ഈ കറിവേപ്പിലയും പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്തും തന്നെ ഞാൻ പറിച്ചെടുക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കറി റെഡിയാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെറുതെ ട്രൈ ചെയ്തതാണ്, പക്ഷേ അത് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കി ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ കാണിക്കത്തില്ലായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഈ പരിപ്പ് കറി നല്ല ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ തൈരിനകത്ത് പഞ്ചസാര ഇട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമാണോ എന്നൊന്ന് പറയൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തൈരുണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് പഞ്ചസാര, കുറച്ചല്ല കുറച്ചധികം പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കഴിക്കുകയാണ്. ഈ തൈര് കഴിക്കുന്നത് നമ്മുടെ ശരീരം തണുക്കാൻ നല്ലതാ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കറക്റ്റാണോ എന്നറിയത്തില്ല, അറിയാവുന്നവർ പറയും കേട്ടോ. അപ്പം എനിക്ക് എന്തായാലും ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെ തൈരൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞില്ലേ മസൂർ ദാൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു. അപ്പം ഞാൻ ഇടികല്ലിൽ അത് ഇടിച്ചിങ്ങനെ പേസ്റ്റാക്കി എടുക്കുവാണ്. ഇതിൻ്റെ പൊടി കിട്ടും കേട്ടോ, അത് എടുക്കുന്നത് നല്ലതാ. എനിക്ക് കുറച്ച് തരിതരിയായിട്ട് വേണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ ഇങ്ങനെ കല്ലിലിട്ട് നന്നായിട്ട് ഇങ്ങനെ
എടുത്തേ. അപ്പോൾ ചെറിയ ചെറിയ തരിതരിയായിട്ട് കാണുകയും ചെയ്യും. പിന്നെ കുറച്ച് അരിപ്പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലും കഴുത്തിലുമൊക്കെ ഇട്ടു. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഒറിജിനൽ മഞ്ഞൾ പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയാണേ. എൻ്റെ അമ്മച്ചി എനിക്ക് വേണ്ടി തന്നതാണ്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ വിചാരിച്ചു ബ്രൂ കോഫി ഇടാമെന്ന്. അങ്ങനെ ഞാൻ ബ്രൂ കോഫിയാണ് ഇന്ന് വൈകുന്നേരത്തേക്കിന് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കിനും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും എനിക്ക് വേണ്ടിയിട്ടുള്ള കോഫിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ആ കോഫിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ഹസ്ബൻഡ് എനിക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഏത്തയ്ക്കാപ്പവും പിന്നെ മുട്ട ബജിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഒരു ചെറിയ സിനിമയൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നു. ഞാനപ്പോൾ കുറച്ച് പയറുണ്ടായിരുന്നത് അരിഞ്ഞു വെച്ചു കേട്ടോ ആ സമയം കൊണ്ട്. പിന്നെ നാളെ എനിക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സുകളൊക്കെ കൊണ്ടുവരാനുള്ളതൊക്കെ എടുത്ത് വെക്കുകയാണ്. ചിലപ്പോൾ അടുത്ത വീക്കിൽ ഞാൻ വീട്ടിൽ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊക്കെ കുറച്ച് കൂടുതൽ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.